കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലാകെ ചർച്ചാ വിഷയമാണ് നടി സജന നൂറും റസൂ പൊക്കറ്റും തമ്മിലുള്ള ബന്ധം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇരുവരും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. എന്നാൽ പൊതുസമൂഹം അറിഞ്ഞിരുന്നില്ല. ഈ ബന്ധം മനസ്സിലാക്കിക്കൊണ്ടാണ് നടനും അവതാരകനും ഫിറോസ് ഖാൻ സജനയുമായുള്ള ദാമ്പത്യം അവസാനിപ്പിച്ച് അത്രയേ. ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് വേർപിരിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇരുവരും ആദ്യം വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ തങ്ങളുടെ ബന്ധം തകരാൻ കാരണം റസൂലാണെന്ന് അടുത്തിടെ ഫിറോസ് ഖാൻ വെളിപ്പെടുത്തി. സജിനയാണ് റസൂലുമായി താൻ പ്രണയത്തിലാണെന്ന് ആദ്യം സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തിയത്. കപ്പിൾ ഫോട്ടോസും പങ്കുവച്ചിരുന്നു. അന്ന് അത് ചർച്ചയായി മാറിയിരുന്നു. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഗർഭിണിയാണെന്നും കുഞ്ഞിന്റെ പിതാവ് റസൂൽ പൂക്കുട്ടിയാണെന്നും വ്യക്തമാക്കി മറ്റൊരു പോസ്റ്റുമായി സജന എത്തിയതോടെ വിവാദങ്ങൾ ചൂടുപിടിച്ചു തുടങ്ങി. റസൂൽ പൂക്കുട്ടി മൂലം താൻ 2 തവണ ഗർഭിണിയായെന്നും ആദ്യ തവണ അബോർഷൻ സംഭവിച്ചുവെന്നും അടുത്തിടെ സജന തന്നെ പറയുന്ന വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. സജിനുമായുള്ള ബന്ധം പുറംലോകം അറിഞ്ഞതോടെ റസൂൽ പൂക്കുട്ടിയുടെ ദാമ്പത്യം തകർച്ചയുടെ വക്കിലാണ്. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ് റസൂൽ. റസൂലിന്റെ ഭാര്യ ഷാഹിദ പൂക്കുട്ടി പ്രേക്ഷകർക്കും സുപരിചിതയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില അസുഖങ്ങൾ മൂലം ചികിത്സയിലായിരുന്നു ഷാഹിദ. ഇപ്പോഴത്തെ റസൂൽ പൂക്കുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ വെളിപ്പെടുത്തുകയാണ് സജിനയുടെ സുഹൃത്തു കൂടിയായ മുൻ ബിഗ് ബോസ് താരമായ ദിയാസന. ഇതൊക്കെയാണ് ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയുടെ അവസ്ഥയെന്ന തലക്കോട്ട് നൽകി റസൂൽ പൂക്കുട്ടി അയച്ചെന്ന് തോന്നിപ്പിക്കുന്ന 2 മെസ്സേജുകൾ സ്ക്രീൻഷോട്ട് ദിയാസന പങ്കുവെക്കുന്നുണ്ട്. അതിൽ വന്ന മെസ്സേജിൽ ഇങ്ങനെയാണ്: അവൾ വീട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്. ഷാദി പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കുട്ടികളെയും കൊന്ന് അവളും മരിക്കുമെന്ന് പറയുന്നു എന്നാണ് മെസ്സേജ്. റയാൻ എന്നൊരു മകനും സൽന എന്നൊരു മകളുമാണ് റസൂലിനുള്ളത്. അവൾ വീട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ് എന്നതിലൂടെ റസൂൽ സജിനയായിരിക്കാം ഉദ്ദേശിക്കുന്നത്. താൻ ഗർഭിണിയാണെന്ന് ഭാര്യയോട് പറയണമെന്ന് പറഞ്ഞ് റസൂലിനെ ഇടയ്ക്ക് സജന നിർബന്ധിക്കാറുണ്ടായിരുന്നു. 2 വിവാഹത്തിലൂടെ സജനയ്ക്ക് 2 മക്കളുണ്ട്. അവർ സജനയുടെ സംരക്ഷണത്തിലാണ്. സജനയുമായുള്ള റിലേഷൻഷിപ്പ് വിവാഹത്തിലേക്ക് എത്തിക്കാൻ താല്പര്യമില്ലാത്തതുപോലാണ് റസൂൽ പലപ്പോഴും ദിയാസനയോട് സംസാരിച്ചിട്ടുള്ളത്. സജന ടോക്സിക്കിലാണെന്ന് റസൂൽ തന്നോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടെന്ന് ദിയ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ പണവും കാറായും ആഭരണമായും പലതും റസൂൽ സജനയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും ദിയ അടുത്തിടെ പറഞ്ഞിരുന്നു.